ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറയാണ് നീ അത് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ നാട്ടുകാർ പറയും അയ്യേ എന്ന് പറയും എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് നിങ്ങളെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് തുടങ്ങുക. ആ കാര്യം സക്സസ് ആയോ ഇല്ലയോ, പക്ഷെ നിങ്ങൾ ആ കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങളെ പിന്നെ ആർക്കും പിന്തിരിപ്പിക്കാനോ നിങ്ങളെ തോൽപ്പിക്കാനോ പിന്നെ കഴിയില്ല. ഇത് ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുകയല്ല, എവിടെയെങ്കിലും പുസ്തകത്തിൽ വായിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഞാനിപ്പോൾ അനുഭവിച്ച് അതിൻ്റെ ആ ഒരു സുഖം ആസ്വദിച്ച് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം അത് മറ്റുള്ളവരുടെ ഒരു ബാധ്യതയോ നിർബന്ധമോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ അതിൻ്റെ ആവശ്യം ആർക്കുള്ളത്? നമ്മൾക്കാണ്. നമ്മളെ സന്തോഷിപ്പിക്കുക, നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളത് നമുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വാല്യൂ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. അതേസമയം എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്ന് പ്രതീക്ഷിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നിൽക്കാതെ നിങ്ങളിലുള്ള ആ ഒരു ശക്തിയെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളായിട്ട് നിറവേറ്റുക. ഇങ്ങനെ പറയുന്ന സമയത്ത് കുറേ പേര് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഒന്നും ആവില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ളത്. ആദ്യം ആ ചിന്ത മാറ്റുക. നിങ്ങൾ ഒരുപാട് കഴിവുകളോടുകൂടെ തന്നെയാണ് പഠിച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ വിജയിച്ചുകൊണ്ട് വന്ന ഒരാൾക്കാരാണ്. അതെങ്ങനെയെന്നല്ല ആലോചിക്കുക. അതായത് നമ്മൾ ഈ ജനിക്കുന്നതിൻ്റെ ആ തൊട്ട് മുമ്പുള്ള പ്രോസസ്സ് എന്താണ്? കുറേ ബീജങ്ങളൊക്കെ വന്ന് അതിൽ നിന്നും ഒരു ബീജം ഓരോ ഓട്ടപ്പന്തയായിരിക്കും അവർ തമ്മിൽ. ഏറ്റവും ശക്തിമാനായിട്ടുള്ള ബീജം ഏതാണോ അതാണ് അണ്ടവുമായിട്ട് കൂട്ടിച്ചേരുക. അന്ന് നിങ്ങൾ ഫസ്റ്റ് വന്ന ഒരാളാണ്. ആ ഒരാൾ നിങ്ങൾ പറയാണ് എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന്. ബാക്കി പുറകെ കുറേ ബീജങ്ങൾ തോറ്റുപോയി, മരിച്ചുപോയി. പക്ഷേ നിങ്ങൾ ജീവിക്കാനും വേണ്ടി സ്പീഡിൽ വന്ന ഒരാളാണ്. സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യുക. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ദിവസം വിജയം നിങ്ങളെ കാത്തുവരും. പിന്നെ ഒരു കാര്യം, എനിക്ക് കാണുന്ന ഓരോ സംഭവങ്ങളും ഇന്നലെ തുടങ്ങി എനിക്ക് ഇന്ന് സക്സസ് ആയ ഒരു കാര്യമില്ല. 16 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എനിക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നല്ലാഹു മഅ സ്വാബിരീൻ എന്നാണ് പറയുന്നത്. ക്ഷമിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്, അത് ഉറപ്പാണ്. സോ ഇന്നത്തെ എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയൊരു മോട്ടിവേഷൻ തന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ നമ്മുടെ കിച്ചൺ, നമ്മുടെ പുതിയ കിച്ചണിൽ ടൈൽസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഫസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ടൈൽസ് കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ ടൈൽസ് പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് സെലക്ട് ചെയ്തല്ല കേട്ടോ. പിന്നെ ഇന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ടൈൽസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അമ്മൻ്റെ ആഗ്രഹം എപ്പോഴും സാധിക്കാനാണല്ലേ. അപ്പം അമ്മ പറയും ഈ ടൈൽസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുമ്പോൾ മൊറോക്കൻ ടൈൽസാണ്. പിന്നെ അതുപോലെ നമ്മുടെ ബെഡ്റൂമിൻ്റെ കാര്യം വന്നിട്ട് ബെഡ്റൂമിൻ്റെ ടൈൽസ് ഇതൊക്കെ വരും. അത് കഴിഞ്ഞ് അതും ഇട്ട് തുടങ്ങും. ഇനി പണിയൊക്കെ സ്പീഡിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ടൈൽസ് മൊത്തം ഇട്ടിട്ടുണ്ട്. സ്കേർട്ടിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചുമര് പെയിന്റ് അടിക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ടൈൽസ് ഇട്ടപ്പോൾ ഒരു മനസ്സിന് എന്തോ വല്ലാത്തൊരു സുഖം. പിന്നെ ഈ ടൈൽസ് ഇടുമ്പോഴേക്കും ഞാനൊരു പരുവായിട്ടുണ്ട് കേട്ടോ. ഞാനല്ല ടൈൽസ് ഇട്ടത്, പക്ഷേ ഓരോ പ്രാവശ്യം വന്ന് നോക്കിയിട്ട്, അതായത് ഇത് വന്നിട്ട് ഡിസൈൻ ആയതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തം 4 ഭാഗവും നോക്കിയിട്ട് വേണം വെക്കാൻ. കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. പക്ഷെ ഞാൻ അന്ന് പെട്ടെന്നെങ്ങാനും രാവിലെ ഉറങ്ങിപ്പോയാലോ എന്നും പേടിച്ചിട്ട് പണിക്കാർ വരുന്നതും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്തിനാന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെന്തായാലും കൊളാക്കുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സംഭവിച്ചു. അവർ തിരിച്ച് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം വന്നിട്ടാണ് ഈ 4 സൈഡും നോക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ അവർ പോലും ശ്രദ്ധിച്ചത്. പിന്നെ ഓരോ പ്രാവശ്യം ഈ ടൈല് മുറിക്കുമ്പോൾ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണ്ട, അതാ നല്ലത്. കാരണം ടൈല് മുറിക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കാരണം ഓരോ ടൈലിങ്ങനെ പൊട്ടുമ്പോഴുണ്ടല്ലോ. ഞാൻ ശരിക്കും ആകെ ടെൻഷനായിട്ടോ അങ്ങനെ അവർ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് ചില ടൈലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയി. പിന്നെ ഈ ഒരു മൊറോക്കൻ ടൈലിൻ്റെ ഇതാണോ എന്നുള്ളത് എനിക്കറിയില്ല. വേഗം പൊട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, നിലത്തിടാണെങ്കിൽ. ഇത് വന്നിട്ട് വോളിലൊക്കെ ഇടാനും സൂപ്പറായിരിക്കും. പക്ഷെ മൊത്തത്തിൽ അമ്മക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് മൊത്തത്തിൽ നിലത്തിൽ ഇടാമെന്ന് വിചാരിച്ചത്. നന്നായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം, അതായത് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ചുച്ചോടെ എങ്ങടാ പോണത്? മുട്ടടിക്കാൻ നോക്കട്ടെ. ആ ഭംഗിയുള്ള മുടി കാണിച്ചു കൊടുക്ക്. ഇനി എത്ര കാലം കഴിയും ഇതുപോലെ വരെ? ഓ എന്താ ലെയർ. ഞാൻ വെട്ടിയ മുടീനെ നിങ്ങൾ കൊണ്ടുപോയിട്ട്
കട്ട് നോക്കട്ടെ. നല്ല രസമുണ്ട് ചേച്ചിന് മുടി. തിരി ആ നല്ല രസമുണ്ട്. ഈ മുടിയാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. ഇങ്ങോട്ട് തിരി. സുന്ദരിക്കുട്ടി മുടി വെട്ടിയിട്ട് മൊട്ടച്ചായിട്ട് വരുമോ? നോക്കട്ടെ. എന്താ നമ്മൾ പെട്ടെന്ന് ഇന്നലെ തീരുമാനിക്കാൻ കാരണം മുടി വെട്ടാന്ന്? അയ്യേ ചന്തക്കാരി ടാറ്റാ ടാറ്റാ. ഇന്നത്തെ ദിവസം നമ്മുടെ ചുച്ചുക്കുട്ടീനെ മുടി വെട്ടാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്ത്. നല്ല അടിപൊളി മുടിയാണ് കേട്ടോ. ചുച്ചുക്കുട്ടീനെ ഇങ്ങനെ കേളായിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ ലെയർ കട്ട് അടിച്ചു കൊടുത്തതാണ് വീട്ടിൽ നിന്ന് തന്നെ. അന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടാനായിട്ട് പോവാണ്. എന്നെക്കൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ റനക്കുട്ടീനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ റനക്കുട്ടി ഇപ്പം എല്ലാറ്റിനും അതിനൊക്കെ റെഡിയാണ്. പുറത്ത് കൊണ്ടുപോകാനും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ ആണെങ്കിലും റനക്കുട്ടി ഞാൻ പോയിക്കോളാം എന്ന് പറയും. അതുകൊണ്ട് പിന്നെ അത് വിഷയമല്ല. അങ്ങനെ അതേ നമ്മുടെ ചുച്ചുക്കുട്ടീൻ്റെ മുടീൻ്റെ ഭംഗിയൊക്കെ ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പോൾ ഒന്ന് ചെറുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിരക്കിൽ അവളെ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. വെറുതെ ഒന്ന് പെട്ടെന്ന് ചീവി കൊടുത്താൽ മതിയല്ലോ എന്ന് അറിയിട്ട് അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഇക്കാണ് കേട്ടോ കൊണ്ടാക്കിയത് അവരിനെ മുടി വെട്ടിക്കാനും വേണ്ടിയിട്ട്. തല കുളിക്കലെന്ന് പറഞ്ഞാൽ ചുച്ചുക്കുട്ടിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ്. ഞാനിതുപോലെ എൻ്റെ കാലിൽ കിടത്തിയിട്ടാണ് ഇപ്പോഴും മീൻസ് ഇങ്ങനെ തലയൊക്കെ പുറകിലേക്കൊക്കെ ആക്കിയിട്ട് ചെവിയിലേക്ക് പോകാതെ ഒക്കെയാണ് കുളിപ്പിക്കുക. അതുകൊണ്ട് ചുച്ചുക്കുട്ടി വേറെ ആരെങ്കിലും കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അമ്മക്ക് കുളിപ്പിക്കുക പറഞ്ഞാൽ ഇങ്ങനെ ഒച്ച ടോളി എടുക്കും ചെവിനകത്ത് വെള്ളം പോലെ കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കണം. അവളിങ്ങനെ വന്ന് പറയുന്നു ചെവിയിലൊക്കെ പഞ്ഞി വെച്ച് മുഖത്തൊന്നും ആക്കിയില്ല, തലയിൽ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് ചൂട് തട്ടിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വന്ന് പറയായിരുന്നു കേട്ടോ. അമ്മ ഇനി അതുപോലെ ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ നോക്കിയ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് കണ്ടുടനെ എന്തോ എനിക്ക് ഇഷ്ടമായില്ല ആ ഒരു കേള് പോയി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ കാണാൻ കുറച്ചൊരു എലഗൻ ലുക്കൊക്കെ ഉണ്ട്, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ചുച്ചുക്കുട്ടിയും പറഞ്ഞു അമ്മി ഞാനിനി വലുതായാലും അമ്മീൻ്റെ അത്ര മുടി ആകുമ്പോഴും എനിക്ക് ഇതുപോലെ വെട്ടിത്തരണം കേട്ടോ എന്നിട്ട്. ആൾക്ക് ഷോർട്ട് ഹെയർ ആണോ എന്ന് തോന്നുന്നു ഇഷ്ടം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തെങ്കിലും അതുപോലെ എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ അതുപോലെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൾക്ക് മുടി ചെറുതാക്കി കൊടുക്കുക പിന്നെ വളർത്തിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം ആ മുടി വെട്ടുന്ന ദിവസം എനിക്ക് പേടിയായിരുന്നു നന്നായിട്ടുണ്ടാവില്ലേ എന്നൊക്കെ കൊണ്ട് ഇത്ര ദിവസം വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം കാണുമ്പോൾ വലിയ ലുക്കില്ല, പിന്നെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എവിടെ ഓ ഓ നോക്കട്ടെ. ഓക്കെ താങ്ക് യു പറയും. അപ്പോൾ അതേ പുറകിൽ അവർ ഒളിച്ചും പിടിച്ചും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് റേനക്കുട്ടി എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതേ ടൈൽസ് എടുക്കാനും വേണ്ടിയിട്ട് പിറ്റേ ദിവസം പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. നോക്കാൻ പോണം. ഇക്കാക്ക് മതിയായ ഞങ്ങളുടെ സ്വന്തം പാലക്കാട്. എന്ത് രസാണല്ലേ കാണാൻ. ടൈൽസ് നമ്മൾ കുറേ ഷോപ്പുകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട മോഡലൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ നമുക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വില ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഭയങ്കര റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മൾ മുമ്പ് നോക്കിയൊരു ടൈലാണ് കേട്ടോ അത് ഈ ഒരു സംഭവം. അപ്പോൾ ഇതന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഓക്കെ അത് മതി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ചളിയാക്കുന്നതുകൊണ്ട് അമ്മക്ക് പേടിയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും വൈറ്റ് തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇപ്രാവശ്യം വരുത്താം. മറ്റു റൂമിലൊക്കെ നമ്മുടെ ഈ ഒരു ടൈലായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഒരു ടൈലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വില കുറവും നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും ലാഭമല്ല. ഒരു സ്ക്വയർ ഫീറ്റിനൊക്കെ 10-20 രൂപ കുറയാണെങ്കിൽ 8,000, 9,000, 10,000 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 100 രൂപയെങ്കിൽ 100 രൂപ കമ്മി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് മറ്റു വല്ല കാര്യങ്ങൾക്കും നമുക്ക് ചിലവാക്കാമല്ലോ എന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അലച്ചിലായിരുന്നു. പക്ഷെ അലയുമ്പോൾ കുറേ പെട്രോളും ചിലവാകും, അതും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അതേ നമ്മൾ ലാസ്റ്റ് ഇന്നലെ മറ്റേ 1 രൂപയുടെ സാധനത്തിന് ആ ഭാഗത്ത് അവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഭാഗത്ത് തിരക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം തിക്കും തിരക്കാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അതായത് രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കിയ സമയത്ത് നന്നായിട്ട് തിരക്ക് കുറവായിട്ടുണ്ട്. കാരണം ആൾക്കാർ ഫസ്റ്റ് ദിവസം പോയവർ മൊത്തം കാര്യങ്ങൾ പുറത്ത് പറയാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു.
നന്നായിട്ട് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഇന്നലെ ഒറ്റ ദിവസം ഭയങ്കര തിരക്കായിരുന്നു ഇതിൻ്റെ അവിടെ. പക്ഷെ ഇന്ന് ആ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്നലെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നറിയോ, എങ്ങനെയൊക്കെ ആൾക്കാരെ വിട്ടത് 50 ആള് 100 ആളൊക്കെ അടച്ചു ക്ലോസ് ചെയ്ത് കുറച്ച് ആൾക്കാർ പുറത്ത് പോയിട്ട് വിടുക. അതായത് അതിൻ്റെ ഉള്ളിൽ അത്രയും തിക്കും തിരക്കായിരുന്നു. പക്ഷെ പോയവരൊക്കെ ശശിയായിട്ട് വന്നത് കൊണ്ട് അവർ കുറേ വാട്സാപ്പിലൊക്കെ കുറേ വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങി. ഇത് ഫുള്ള് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് കുറച്ച് കുറഞ്ഞുണ്ട് അല്ലേ? ദേ ഇവിടെ ഇന്ന് നമ്മുടെ ബെഡ്റൂമിൽ ടൈലിടും കേട്ടോ. ചിലർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല എന്നുള്ളത്. ബെഡ്റൂമിന് ഇതേ മുമ്പത്തെ നമ്മുടെ സിറ്റ് ഔട്ടാണ്. അതായത് ഇനി അത് ഹോളാവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഒന്നും മനസ്സിലായില്ല, ഇനി പണി കഴിയാലൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇതേ നമ്മുടെ കിഡ്സ് റൂമിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇന്നലെ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെ ആ പ്രൊഡക്ട്സിൻ്റെ സംഭവം, അത് ഒന്നും അറിയാത്ത കുറേ ആൾക്കാർ, അത് വീഡിയോ പോലും നോക്കാതെ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇതൊന്നും നിനക്കുള്ളതല്ല, പാവങ്ങൾക്കുള്ളതാണ്, അവർക്കാണ് ഈ 1 രൂപയ്ക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്നത്, വെറുതെ അവരുടെ കഞ്ഞിയിൽ പാറ്റിയിടാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞതെന്നുള്ള വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാണെങ്കിൽ ഇട്ടോ, സ്മൈലി ഇട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലായതിന് ശേഷം അഭിപ്രായം ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ വന്ന് കാണുന്നവരും ആ ഒരു കമൻറ്റ് കണ്ടിട്ടായിരിക്കും വിലയിരുത്തുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഫേക്ക് ഐഡിയിൽ പുതിയതായിട്ട് കമൻറ്റ് ഇട്ട് വെറുപ്പിക്കാനും വേണ്ടി മാത്രം, ഐ തിങ്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്, ഫേക്ക് ഐഡിയിൽ വന്ന് ഇങ്ങനെ കുറേ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് വിഷയമൊന്നുമില്ല, അവരുടെ ടൈം അവർ നമ്മുടെ പുറകെ നടന്നുകൊണ്ട് വേസ്റ്റ് ആക്കണമെന്ന് മാത്രം. പക്ഷേ എങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് ഇപ്പം ഒരുപാട് പേര് ഒരു വീഡിയോ ഉണ്ടായിരുന്നു 1 രൂപയ്ക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ദൂരെ സ്ഥലത്ത് നിന്നൊക്കെ വണ്ടിക്ക് പൈസയൊക്കെ കൊടുത്ത് പെട്രോൾ അടിച്ച് എന്തിനാ വരുന്നത്, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ 1 രൂപയുടെ സാധനം വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു കൗതുകമല്ലേ. അപ്പോൾ അതും ഒരു സന്തോഷമല്ലേ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരും ഉണ്ടാവും. തീരെ കഴിവില്ലാത്തവർ ആ സാധനങ്ങൾ കിട്ടിയാൽ സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് വണ്ടി പൈസ ഒക്കെ കൊടുത്തിട്ട് അവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ എത്തുന്നവർക്ക് നിരാശ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയ സമയത്താണ് അങ്ങോട്ട് പോയിട്ട് ഈ ഒരു കാര്യം നമ്മൾ അറിയിച്ചത്. അപ്പം തന്നെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആ വീഡിയോ ഇട്ട് നന്നായി, ഞങ്ങളും പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്, ഈ ഒരു നോമ്പ് സമയത്ത് കഷ്ടപ്പെട്ട് പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യം വരുമായിരുന്നു, വിഷമാവുമായിരുന്നു എന്നുള്ളത്. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതിൽ നമ്മൾ എല്ലാം അവരെ കളിയാക്കുന്ന പോലെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഓരോ സാധനങ്ങൾ എടുത്ത് കാണിച്ചിട്ട് തന്നെ നമ്മൾ വില പറഞ്ഞിട്ടുണ്ട്. ചിലത് വേർത്താണ്, ചിലത് വേർത്തല്ല എന്നുള്ള കാര്യമുണ്ട്. ഈ കാര്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പാലക്കാട് വന്ന് വാങ്ങിച്ചോ, പ്രശ്നമില്ല. അല്ലാതെ 1 രൂപയ്ക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ പ്രതീക്ഷ വന്നാൽ നിരാശയായിരിക്കും എന്നാണ് കേട്ടോ നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വയനാടിന് വരെ ഈ അവരെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിച്ച് എനിക്ക് അങ്ങോട്ട് പോകണം, സാധനം വേണം എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ട സമയത്ത് അയ്യോ ഇനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗുണം പാല് വരും. ആ ഒരു ഗുണം കിട്ടാനും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് മാത്രം അങ്ങനത്തെ കമൻസ് വന്നുള്ളൂ. എങ്കിലും ഞാൻ ജസ്റ്റ് പറയണേ, എന്തൊരു കാര്യം നമ്മൾ അഭിപ്രായം പറയുകയാണെങ്കിലും അതിലെ കാര്യങ്ങൾ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ടൈലൊക്കെ വന്നിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ കുറച്ച് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറയാം. അതുകൊണ്ട് തീരെ വയ്യ കേട്ടോ. എനിക്കത് ചിലപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, എല്ലാത്തവർക്കും ആവില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പുറത്തെ ടൈല് കട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ, കുട്ടികൾക്ക് നല്ല ഉറക്കമാണ്. പിന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ വിന്നർ എന്ന് പറയുമ്പോൾ ഫസീല കേട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പിന്നെ അതിന് തൊട്ട് മുമ്പത്തെ വിന്നർ വന്നിട്ട് രാഗിനി അമ്മ. ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് കമൻറ്റ് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഇടുക. ഞാൻ കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ബൈ.